എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അയവുവരാതെ ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. ഡാനി പോൾ വാർത്തകൾ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, എന്തായാലും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ഇന്നലെ 4 പേരെ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിന് നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലിനെ കുറിച്ച് പോലീസിനെതിരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. നിതിൻ പുല്ലൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ബാനർ വെക്കുന്നതും അത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ഈ രീതിയിലേക്ക് മാറുകയും ചെയ്തത്. SFIയിൽ നിന്ന് തുടങ്ങിയ തർക്കം പിന്നീട് ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ CPM-ഉം നേരിട്ട് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്നു. ഇന്നലെ നിതിൻ പുല്ലനെ ഡിവൈഎഫ്ഐ നേതാവാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ജീപ്പ് തല്ലി തകർക്കുന്നതിനടക്കം നേതൃത്വം നൽകിയ. തുടർന്ന് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചെന്നെത്തിയ CPM പ്രവർത്തകർ ഇയാളെ ഇവരിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് വ്യാപകമായ രീതിയിൽ പോലീസും CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭത്തിലേക്കടക്കം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പലയിടത്തും തന്നെ ജില്ലയിൽ ചാലക്കുടിയിൽ പലയിടത്തും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായി. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി പ്രവർത്തകർ പിരിഞ്ഞുപോയി. ജില്ലാ നേതൃത്വം CPM ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. ഇന്നിപ്പോൾ 4 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. മുഖ്യപ്രതിയായ നിതിൻ പുല്ലിന് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.